അവസാനിച്ചൊരു കാർട്ടൂൺ ഇന്നും ലോകമെമ്പാടുമുള്ള ആരാധകർ മറക്കാതെ ഓർക്കുന്നു. വൺ മോർ തിങ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച അങ്കിൾ, ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ച ഷെൻഡു, ധൈര്യവും തമാശയും ഒരുമിച്ച ജേഡ്, അവരുടെ സാഹസിക യാത്രകൾ ഇന്നും പലരുടെയും ബാല്യകാല ഓർമ്മകളുടെ ഭാഗമാണ്. പക്ഷെ ഒരു ചോദ്യം ഇന്നും ബാക്കിയുണ്ട്. ഇത്ര ജനപ്രിയമായിരുന്ന ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സ് എന്തുകൊണ്ടാണ് അവസാനിച്ചത്? റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ടോ? ജാക്കി ചാൻ തന്നെ ഷോ നിർത്തിയതാണോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു യഥാർത്ഥ കാരണമുണ്ടായിരുന്നോ? ഇന്നത്തെ വീഡിയോയിൽ ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സ് അവസാനിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നും ഈ കാർട്ടൂൺ വീണ്ടും തിരിച്ചുവരാത്തതിന്റെ പ്രധാന കാരണങ്ങളും നമുക്ക് പരിശോധിക്കാം. പലരും ഇന്നും വിശ്വസിക്കുന്നത് ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സ് പരാജയപ്പെട്ടതുകൊണ്ടാണ് അവസാനിച്ചതെന്ന്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ഈ പരമ്പരയ്ക്ക് ആകെ 5 സീസണുകളും 95 എപ്പിസോഡുകളും ഉണ്ടായിരുന്നു. നിർമ്മാതാക്കൾ ആദ്യം തന്നെ കഥയ്ക്ക് വ്യക്തമായ ഒരു തുടക്കവും അവസാനവും ആസൂത്രണം ചെയ്തിരുന്നു. 5ാം സീസണിൽ പ്രധാന കഥാപശ്ചാത്തലങ്ങൾ അവസാനിച്ചതോടെ കഥ സ്വാഭാവികമായ ഒരു സമാപനത്തിലെത്തി. അതേസമയം 2000ങ്ങളുടെ മധ്യത്തോടെ കുട്ടികളുടെ ടെലിവിഷൻ ലോകം മാറിത്തുടങ്ങി. പുതിയ കാർട്ടൂണുകളും പുതിയ ആനിമേഷൻ ശൈലികളും എത്തി. ടെലിവിഷൻ ചാനലുകൾ പുതിയ പരിപാടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി. ഇത്തരം സാഹചര്യത്തിൽ ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സിന് പുതിയ സീസൺ നിർമ്മിക്കാതെ കഥ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇത് റദ്ദാക്കിയ ഷോ എന്നതിലുപരി സ്വന്തം കഥ പൂർത്തിയാക്കിയ ഒരു പരമ്പര എന്ന നിലയിലാണ് പല ആരാധകരും ഇന്നും കാണുന്നത്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഷോ അവസാനിച്ചതിന് ശേഷം ജാക്കി, ജെയ്ഡ്, അങ്കിൾ, ഷെൻഡു തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇന്നുവരെ ഒരു പുതിയ സീസണോ റീബൂട്ടോ പുറത്തിറങ്ങാത്തത്? അതിനൊപ്പം ആരാധകർ ഇന്നും പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചുവരവിന്റെ സാധ്യതയുണ്ടോ? 5 സീസണുകളും 95 എപ്പിസോഡുകളും പൂർത്തിയാക്കി ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സ് ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ഇനി ജാക്കി, ജെയ്ഡ്, അങ്കിൾ, ഷെൻഡു ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചു? കഥ അവസാനിച്ചെങ്കിലും ഓരോ കഥാപാത്രത്തിന്റെയും ഭാവിയെക്കുറിച്ച് ആരാധകർ വർഷങ്ങളോളം ചർച്ച ചെയ്തു. കാർട്ടൂണിലെ ജാക്കി ചാൻ സാധാരണ സൂപ്പർ ഹീറോ ആയിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ സാഹചര്യം വന്നാൽ ലോകത്തെ രക്ഷിക്കാൻ മുന്നോട്ട് വരും. അവസാന സീസണിൽ ലോകം വീണ്ടും സുരക്ഷിതമായതോടെ ജാക്കി തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെന്നാണ് കഥ സൂചിപ്പിക്കുന്നത്. മ്യൂസിയം ജോലിയും പുരാവസ്തു ഗവേഷണവും തുടരുന്ന ജാക്കി പുതിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുമെന്നതാണ് ആരാധകരുടെ പൊതുവായ ധാരണ. പരമ്പരയുടെ തുടക്കത്തിൽ ജേഡ് ഒരു കുസൃതിക്കാരിയായ കുട്ടിയായിരുന്നു. പക്ഷേ ഓരോ സീസണിലും അവൾ കൂടുതൽ ധൈര്യശാലിയും ബുദ്ധിമതിയുമായി വളർന്നു. അവസാനത്തിലേക്കെത്തുമ്പോൾ ജേഡ് വെറും സഹായിയായി മാത്രമല്ല, സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു യഥാർത്ഥ നായികയായി മാറിയിരുന്നു. അതുകൊണ്ടാണ് നിരവധി ആരാധകർ ഇന്നും പറയുന്നത്, ഒരു പുതിയ സീരീസ് വന്നാൽ പ്രധാന കഥാപാത്രമാകേണ്ടത് ജേഡ് തന്നെയായിരിക്കും. വൺ മോർ തിങ്, ഈ ഒരു ഡയലോഗ് മാത്രം മതി അങ്കിളിനെ ഓർക്കാൻ. ചീയുടെ രഹസ്യങ്ങളും മന്ത്രങ്ങളും പുരാതന അറിവുകളും ഉപയോഗിച്ച് അദ്ദേഹം പലതവണ ലോകത്തെ രക്ഷിച്ചു. ഷോ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ മാന്ത്രിക പഠനങ്ങൾ തുടർന്നിരിക്കുമെന്നാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യകാലത്ത് ഡാർക്കിന്റെ സംഘത്തിലുണ്ടായിരുന്ന ടോഹ്രു പിന്നീട് ജാക്കിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി മാറി. ഇത് ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സിലെ ഏറ്റവും മികച്ച കഥാപാത്ര വികസനങ്ങളിലൊന്നായി ആരാധകർ വിലയിരുത്തുന്നു. ഷോയുടെ അവസാനത്തോടെ ടോഹ്രു ഒരു യഥാർത്ഥ ചീ മാന്ത്രിക വിദ്യാർത്ഥിയായി മാറിയിരുന്നു. പരമ്പരയിലെ ഏറ്റവും പ്രശസ്തനായ വില്ലൻ ഷെൻഡു 12 താലിസ്മാനുകളുടെ ശക്തിയും ഇരുണ്ട മാന്ത്രിക വിദ്യയും ഉപയോഗിച്ച് ലോകം കീഴടക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും പരാജയപ്പെട്ടു. അവസാന സീസണിൽ അദ്ദേഹത്തിന്റെ ഭീഷണി അവസാനിച്ചതോടെ പ്രധാന കഥയും സമാപിച്ചു. അതുകൊണ്ടാണ് പിന്നീട് പുതിയ ഷെൻഡു കഥകൾ ഔദ്യോഗികമായി പുറത്തിറങ്ങാതിരുന്നത്. ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ചിലർ പറയുന്നത് റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ടാണ് പുതിയ സീസൺ വന്നില്ല എന്നാണ്. എന്നാൽ ഔദ്യോഗികമായി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. കഥയുടെ പ്രധാന ഭാഗം പൂർത്തിയായതിനാൽ നിർമ്മാതാക്കൾ അതവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം ടെലിവിഷൻ രംഗത്ത് പുതിയ കാർട്ടൂണുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സ് തുടർന്നില്ല. ഇതോടെയെല്ലാം തീർന്നോ? ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കാർട്ടൂൺ ഇന്നും ആരാധകർ ഓർക്കുന്നത്? ഒരു റീബൂട്ടോ പുതിയ സീസണോ വരാൻ ഇപ്പോഴും സാധ്യതയുണ്ടോ?
അതിലും പ്രധാനമായി ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് ഇന്നും ലോകത്തിലെ മികച്ച ആക്ഷൻ കാർട്ടൂണുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട്?